ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. Okay, so good evening students. നമുക്ക് ഇന്ന് മാത്സിന്റെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിലബസ് എന്തൊക്കെയാണ്, നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം, കണ്ടന്റ് എന്താണെന്നുള്ളത്. എന്നിട്ട് അതിൽ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോർഷൻസും വിത്ത് MCQs ആയിരിക്കും നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ടാവുക. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് നോക്കാം. സോറി, മൊഡ്യൂൾ 3 അല്ല, മൊഡ്യൂൾ 4 ആണ് കേട്ടോ, ഞാൻ അവിടെ ഇട്ടപ്പോഴുള്ള മിസ്റ്റേക്ക് ആണ്. സോ ഇറ്റ് ഈസ് മൊഡ്യൂൾ 4. നമുക്കിവിടെ കാണാം 12 മാർക്സിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു മൊഡ്യൂളിന് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒരു മെജോറിറ്റി പ്രോബബിലിറ്റി, പിന്നെ കൂടുതലും ഈ റാൻഡം കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കുറച്ച് പോർഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷെ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ പോലെ വരുന്ന കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഈ ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾസിന്റെ അകത്തൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. പിന്നെ നമുക്ക് കോറിലേഷൻ റിഗ്രഷൻ നോക്കാറുണ്ട്, കോറിലേഷൻ കോഎഫിഷ്യന്റ്, കോറിലേഷൻ കോഎഫിഷ്യന്റ്, പിന്നെ ലീനിയർ റിഗ്രഷൻ, പിന്നെ സാധാരണ നമ്മുടെ പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ് ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി നോക്കണം, പിന്നെ ഇവന്റ്സ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ബേസ് തിയറം. അത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ എന്താണ് വേരിയബിൾസ്, ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഡിസ്കസ് ചെയ്യും, ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. പിന്നെ അത് വെച്ചിട്ട് എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസിന്റെ വാല്യൂസ്, പിന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, ബൈവേരിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പിന്നെ കോറിലേഷൻ റിഗ്രഷനും. നമുക്ക് ടൈം കിട്ടുന്ന പോലെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാം. സോ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബിഗിനിങ് പോർഷനും കോറിലേഷൻ റിഗ്രഷനും ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെയിൻ കൺസെപ്റ്റുകളാണല്ലോ ഇന്ന് നോക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മാത്സിൽ നമ്മൾ കൂടുതലും ഡേറ്റയെ ന്യൂമറിക് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ, എല്ലാം നമ്പേഴ്സിന്റെ ഫോർമാറ്റിലിട്ട്. അതായത് ഇപ്പൊ ഒരു വേരിയബിൾ നമ്മൾ സ്റ്റഡി ചെയ്യുവാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഒരു വെതർ ഫോർകാസ്റ്റിംഗ്, അതിലിപ്പം റെയിൻഫോൾ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബാക്കി വേരിയബിൾസിനനുസരിച്ച്, അങ്ങനെയൊക്കെ കുറെ നമുക്ക് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ന്യൂമറിക് ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പോൾ ആ ന്യൂമറിക് ഡേറ്റയെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ്സ് എടുക്കുക, സോ ദാറ്റ് നമുക്കത് ആ ഇൻസൈറ്റ്സ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് അത് അപ്ലൈ ചെയ്ത് ഒരു നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും ഡേറ്റ ന്യൂമറിക് ഫോമിലായതുകൊണ്ട് ഈ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും, കുറെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂമറിക് ഡേറ്റയെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ ജസ്റ്റ് ഡേറ്റയെ ഇങ്ങനെ നമ്മൾ കുറെ ഇക്വേഷൻസിലിട്ട് മാറ്റിമറിക്കുന്ന മാത്രമല്ല, ആ സ്റ്റാർട്ടിങ് തൊട്ടേ, അതായത് ഡേറ്റ കളക്ഷൻ തൊട്ട് എല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, അനാലിസിസ്, ഇൻഫറൻസ്. അതായത് തുടക്കത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന തൊട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻസൈറ്റ്സ് എടുത്ത് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് വരെയും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞ ന്യൂമറിക് ഡേറ്റയാണ്, ന്യൂമറിക് ഡേറ്റയിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഡേറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്വഭാവം ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് നേച്ചറും രണ്ടാമത്തത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറുമാണ്. ഇപ്പൊ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവത്തെ പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത്
ഓണസ്റ്റി, ബ്യൂട്ടി, കളർ. ഇപ്പൊ ഒരാളെ നമ്മളൊരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണ്, ആ ഇൻഡിവിജ്വലിന്റെ സ്വഭാവത്തെ പറ്റി പറയുകയാണ്, അയാളുടെ ക്വാളിറ്റീസിനെ പറ്റി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ വി കൻ സേ അത് അവരുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്. അതേസമയം നമ്മളിപ്പോ ചില ഡേറ്റ എടുക്കുവാണ് അവരുടെ, ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ വി കൻ സേ അത് നമ്മളൊരു നമ്പേഴ്സിന്റെ ഫോമിൽ എടുക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് അതിന് കിട്ടുന്നത്, അല്ലെ? അപ്പൊ നമ്പേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിന് എന്തും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയും. സോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ ന്യൂമറിക് ഡേറ്റ ആണ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ആപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും റിലേറ്റ് ചെയ്തൊക്കെ കുറെ ഇൻഫറൻസസ് എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ പോകും. പക്ഷെ അത് ഭയങ്കര ഡീപ്പ് ലെവലിൽ നമ്മൾ പോകുമ്പോഴാണ്. പക്ഷെ നമുക്കിപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾക്കിവിടെ സിലബസിൽ കാണിച്ച പോലെ കുറച്ച് നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ മീൻ, മീഡിയൻ, മോഡാണ്. പക്ഷെ അതിന്റെയൊക്കെ കുറച്ചുകൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് അതിൽ മീൻ, മീഡിയൻ, മോഡ് എഴുതുന്നതല്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡേറ്റ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നമ്മൾ 3 ടൈപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ടൈപ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. നമ്മൾ ഈ ന്യൂമറിക്കൽ ഫോമിൽ എടുക്കുന്ന ഡേറ്റ നമ്മൾ സീരീസ് ആയിട്ട് എഴുതും. അതായത് ഇങ്ങനെ അടിക്കടിക്ക് വൺ ആഫ്റ്റർ ദി അതർ നമ്മൾ വെക്കുന്നതിനാണ് സീരീസ് എന്ന് പറയുന്നത്. ഇനി അതിനൊരു നേച്ചറാണ്, ഓരോ സീരീസിനൊരു സ്വഭാവം ഉണ്ടല്ലേ, അത് വെച്ചിട്ട് നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ടാണ് തിരിക്കുന്നത്: ഇൻഡിവിജ്വലും, ഡിസ്ക്രീറ്റും, കണ്ടിന്യൂസ്. അപ്പം ഓരോന്നിലും നമ്മളിപ്പോ മീനും, മീഡിയനും, മോഡും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പൊ അത് ഓരോ സീരീസ്, ഓരോ ടൈപ്പ് ഓഫ് സീരീസിനും ഓരോ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സീരീസും എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഡേറ്റ തരുമ്പോൾ അത് ഏത് സീരീസ് ആണ്, അപ്പൊ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകും. സോ ഫസ്റ്റ് നമുക്ക് സീരീസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ സീരീസ്. നിങ്ങളുടെ എക്സാമ്പിൾസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ ഞാൻ തരാം. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മളിപ്പോ ഇവിടെ ഗ്രൂപ്പിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു പാരാമീറ്റർ എടുക്കുന്നു, അതിന്റെ കുറെ വാല്യൂസ് എടുക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 8 സ്റ്റുഡൻസിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 പേരുടെയും ഹൈറ്റ് മെഷർ ചെയ്യുന്നു, ജസ്റ്റ് നമ്പർ എഴുതുന്നു, അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താണ്, ഒരു പാരാമീറ്ററിന്റെ കുറെ വാല്യൂസ് ആണ്. ആൻഡ് ഓരോ ഐറ്റത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ അവിടെ. അപ്പം ഒരു ആദ്യത്തെ സ്റ്റുഡന്റിന്റെ വെയിറ്റ് 46 ആണ്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റുഡന്റിന്റെ 48 ആണ്. അപ്പൊ ഓരോ ഐറ്റത്തിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഉള്ള എല്ലാ കുട്ടികളുടെയും മാർക്സ് നമ്മൾ എഴുതുമ്പോൾ ഓരോ കുട്ടിയുടെ മാർക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു പാരാമീറ്ററിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വാല്യൂസ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇൻഡിവിജ്വൽ വാല്യൂസ് നമ്മൾ ഒരു പാരാമീറ്റർ മെഷർ ചെയ്യുമ്പോൾ അതിപ്പോ മെഷർ ചെയ്യുന്ന ഒരു പോപ്പുലേഷനകത്തായിരിക്കും അല്ലെ, കുറെ ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ കുറെ ഇൻഡിവിജ്വൽസ് കാണും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത് മെഷർ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വാല്യൂ കിട്ടും. ആ ഓരോ വാല്യൂവിനും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഇൻഡിവിജ്വൽസിന് നമ്മൾ ഗ്രൂപ്പിംഗ് ഒന്നും ഇവിടെ ചെയ്തില്ല. കാരണം ഇപ്പൊ 8 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 8 പേരുടെയും ഡിഫറെന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ജസ്റ്റ് ചുമ്മാ റാൻഡം ഇങ്ങനെ നമ്പേഴ്സ് പോലെ എഴുതിയിരിക്കുന്നത്, അത്രയും ആലോചിച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് 2 പോയിന്റ് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഗ്രൂപ്പിംഗ്. ഇവിടെ ഗ്രൂപ്പിംഗ് ഇല്ല, കാരണം നമ്മൾ അടുത്ത് പറയുന്നതിലോട്ട് വരുമ്പോൾ ഗ്രൂപ്പിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഓരോ ഐറ്റത്തിനെയും എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈച്ച് ഐറ്റം ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അതാണ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ ഒറ്റ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വേരിയബിൾ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്. ഇനി എഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്പർ ഓഫ് ചിൽഡ്രന്റെ ഫാമിലിയെ ബേസ് ചെയ്ത് എത്ര ഫാമിലീസ് ഉണ്ടെന്നുള്ളത്. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി. എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫാമിലീസ് ആണ്. അതായത് നമുക്കിപ്പോ ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്. ഇപ്പം ഒന്നിൽ കുട്ടികളൊന്നും കാണത്തില്ല, ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, 2 kids, 3 kids, 4 kids, അങ്ങനെ ഡിപ്പെൻസ്. ഓരോ ഫാമിലി എത്ര വരും. ഇപ്പൊ നമ്മളൊരു ലൊക്കാലിറ്റി എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പം കുട്ടികളൊന്നും ഇല്ലാത്ത എത്ര ഫാമിലീസ് ഉണ്ട്, നമ്മൾ 8 ഫാമിലീസ് ആണ് കിട്ടിയത്. ഒരു കുട്ടിയുള്ളത് 10 ഫാമിലീസ് ഉണ്ട്, 2 കുട്ടികളുള്ള 19 ഫാമിലീസ് ഉണ്ട്, 3 കുട്ടികളുള്ള 8 ഫാമിലീസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു പാരാമീറ്റർ, നമ്മൾ അനാലിസിസിനെടുത്ത പാരാമീറ്റർ ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്, എന്നിട്ട് നമ്മൾ അങ്ങനെ എത്ര ഫാമിലീസ് ഉണ്ടെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യുവാണ്. സോ വി ആർ കൗണ്ടിങ് ഹിയർ ആൻഡ് ഗ്രൂപ്പിംഗ് അല്ലെ. ഇവിടെ നമ്മൾ ഒരു പാരാമീറ്റർ എടുത്തിട്ട് അതിന്റെ അണ്ടർ എത്ര പേര് വരുന്നു എന്നുള്ളത് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ 0 kids ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 1 kid ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് ഗ്രൂപ്പിംഗ് ഫാക്ടർ വരുന്നുണ്ട്. പിന്നെ ഓൾസോ ഈ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കൗണ്ടബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാല്യൂസിനൊക്കെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്
ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ എക്സും എഫും എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ കാണും, പിന്നെ അതിന്റെ കൗണ്ട്, ആ കൗണ്ടാണ് ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ അപ്പൊ എക്സും എഫ് എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് നിങ്ങൾ ഓർക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് കൗണ്ടബിൾ വാല്യൂസിനാണ്, യൂസ്ഡ് ഫോർ കൗണ്ടബിൾ വാല്യൂസ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പോ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു പാരാമീറ്റർ എടുക്കുന്നു, നമ്മൾ അതിൽ എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്തെടുക്കുന്നു. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാല്യൂസ്, ഇപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേരിയിങ് ആണ്. അതായത് ചെറിയൊരു വാല്യൂ തൊട്ട് വലിയൊരു വാല്യൂ വരെ വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതി ടാബുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു ഫാമിലിയിൽ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, നമുക്ക് മാക്സിമം ഒരു 4, 5 കൂടിപ്പോയി ഒരു 10 വരെ പോട്ടെ, നമുക്ക് അത്രയും വരെ എഴുതിയാൽ മതി മാക്സിമം പോലെ, നമുക്ക് ഒരു ലിമിറ്റഡ് പോയിന്റ് വരെ പോവാം. പക്ഷെ ഇപ്പൊ ചില പാരാമീറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കുട്ടികളുടെ ഹൈറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ആവറേജ് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു 10th സ്റ്റാൻഡേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പല വെയിറ്റ്സ് വരും അല്ലെ, ഒരു എബോവ് 30 തൊട്ട് 30, 31, 32, ചിലപ്പോൾ ഹൈ ഒരു 60, 70 ഓവർ വെയിറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും. അങ്ങനെ അപ്പൊ ഭയങ്കര വേരിയിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു 4-5 കോളംസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് വിൽ ബി ഹൈലി വേരി. അങ്ങനത്തെ സമയത്ത് നമ്മളൊരു റേഞ്ച് ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ പക്ഷെ നമ്മൾ അതിനകത്ത് എത്ര പേരുണ്ടെന്നുള്ളത് ഫ്രീക്വൻസി കൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്, സിമിലർ ആണ്. പക്ഷെ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പാരാമീറ്ററിനെ നമുക്ക് ഒറ്റ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു റേഞ്ച് ആയിട്ടാണ് നമ്മൾ വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഈ മേളത്തെ പോലെ കൗണ്ട് ചെയ്തെടുക്കാനും പറ്റും. ഇവിടെ 3 കേസിൽ നമുക്ക് കൗണ്ട് ചെയ്യാം, പക്ഷെ ഇൻഡിവിജ്വലി നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പിംഗിന്റെ ആവശ്യമില്ല. സോ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വാല്യൂസിനും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് 3 ടൈപ്പ് ഓഫ് സീരീസസ് എന്ന് അല്ലെങ്കിൽ ഡേറ്റ ഏതൊക്കെ തരത്തിൽ നമുക്ക് കിട്ടാം. ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീനും മീഡിയനും മോഡും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് ഡേറ്റ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. അതായത് നമ്മളിപ്പോ ഈ ഡേറ്റ നിങ്ങൾക്ക് ഇത് നമ്മുടെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇത് ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാത്തമാറ്റിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസ് ആണ്, അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റയ്ക്ക് ഈ ഒരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നമ്മളൊരു ക്ലാസിന്റെ മാർക്സ് എടുത്താൽ ആ ക്ലാസ്സിന് ആ എക്സാമിന് ഉണ്ടായ മാർക്കിന്റെ ആവറേജ് എന്ന് പറയുന്നത് തിരിച്ചു മറിച്ചു വിട്ടാലും ഒക്കെ എന്താണ്, സെയിം ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വി കോൾ ദം മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റന്റ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡേറ്റയെ കുറച്ചൊന്ന് ഒരു അനലൈസ് ചെയ്യാൻ പറ്റും, അത് എങ്ങനത്തെ ഒരു ഡേറ്റ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ കോൺസ്റ്റന്റ്സിന് നമ്മൾ 2 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആവറേജസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തത് മെഷേഴ്സ് ഓഫ് സ്പ്രെഡ് ഓർ ഡിസ്പെർഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ്സിന് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നിൽ ആവറേജസ് അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയും, ഇല്ലെങ്കിൽ മെഷർ ഓഫ് സ്പ്രെഡ് എന്ന് പറയും, അതിനെ ഡിസ്പെർഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് കോൺസ്റ്റന്റ് വാല്യൂസ് അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അപ്പോൾ നമ്മൾ ഡേറ്റയുടെ എന്താണ്, ഈ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. അതായത് ഈ വാല്യൂസ് മാറത്തില്ല, ഒരു പെർട്ടിക്കുലർ ഡേറ്റയ്ക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ വാല്യൂ ഇരിക്കും. ഇനി നമുക്കൊരു തന്നിട്ടുള്ള ഡേറ്റയുടെ സ്വഭാവം മനസ്സിലാക്കാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ ഒരു സെന്റർ അല്ലെങ്കിൽ ഒറിജിൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഒരെണ്ണം പറഞ്ഞത് സ്പ്രെഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ജസ്റ്റ് ഒരു പ്ലോട്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഞാൻ ഇന്ന് പ്ലോട്ട് ചെയ്തപ്പോ എനിക്കിങ്ങനെ കുറെ പോയിന്റ്സ് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി, കുറെ പോയിന്റ്സ് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും റീജിയണിൽ എന്താണ്, സ്പ്രെഡ് ആയി കിടക്കുവാണ് അല്ലെ. അപ്പൊ ഇത് സ്പ്രെഡ് എന്നൊരു പാരാമീറ്റർ. ഇനി ഇതിനെല്ലാം നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ട് ഇത് എങ്ങോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോയിന്റ്സ് കുറവാണ്, ഇവിടെയൊക്കെ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇതിന്റെ സെന്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ സെന്റർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്.
നമ്മുടെ ഡേറ്റ എത്രത്തോളം ഒരു പോയിന്റിന്റെ അടുത്തേക്ക് കിടപ്പുണ്ട്, എത്രത്തോളം ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഇങ്ങനെ എന്താണ് കൂട്ടം കൂടി നിൽക്കുന്നത്, അതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്ഥലത്തേക്ക് അത് കോൺസെൻട്രേറ്റ് ആയി കിടക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ആ ഡേറ്റയുടെ ആ ഒരു ഒറിജിൻ അല്ലെങ്കിൽ നടുഭാഗം എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്ത് നമുക്ക് ആക്ച്വലി 5 കാര്യങ്ങളുണ്ട്. അതിൽ 3 നമ്മുടെ മീൻ ആണ്. ഓക്കെ, എന്താണ് മീൻ അല്ലെങ്കിൽ ആവറേജ്, പിന്നെ ഉള്ളത് മീഡിയനും മോഡും. ഇതിൽ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മീൻ നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. മീൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്, മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഉള്ളത് മീഡിയനും മോഡും. ഇതില് നമ്മൾ 3 ടൈപ്പ് ഓഫ് മീൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറയും. കാരണം മീൻ അല്ലെങ്കിൽ നമ്മൾ ആവറേജ് എന്നാണ് അല്ലെ പറയുന്നത്, മീൻ ഓർ ആവറേജ്, അതിന് മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയും. മീഡിയനും മോഡും നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ആവറേജസ് ഓഫ് പൊസിഷൻ. ഇതിന് എന്താണ് ആവറേജസ് ഓഫ് പൊസിഷൻ. ഇവിടെ പൊസിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ മീഡിയനിൽ നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ നമ്മളൊരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അതിനെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ മിഡ് പോയിന്റിലെ വാല്യൂ എടുക്കുന്നതല്ല. അപ്പൊ നമ്മൾ അതിന്റെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വാല്യൂയും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മോഡലാണെങ്കിൽ ഫ്രീക്വൻസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് ആവറേജ് എന്നൊരു കൺസെപ്റ്റിന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, നമ്മൾ എക്സാക്ട്ലി ആ വാല്യൂന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും പൊസിഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. അപ്പോ നമ്മൾ ജസ്റ്റ് ഈ പേരും നമുക്കങ്ങനെ മാത്സിൽ അങ്ങനെ സോൾവ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇപ്പം ആവറേജസ് ഓഫ് പൊസിഷൻ ഏതാണെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ആ ടേം ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ഇവരുടെ ഇക്വേഷൻസ് ആണ്. നമുക്കിപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ. ഓക്കെ, അതിന് മുന്നേ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഒക്കെ നോക്കാം. നമ്മളിവിടെ പറഞ്ഞാണ് അല്ലെ 2 ടൈപ്സ് ഓഫ് കോൺസ്റ്റന്റ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മെഷേഴ്സ് ഓഫ് സ്പ്രെഡ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് 2 സെറ്റ്സ് ഓഫ് ഡേറ്റ മേ ഹാവ് സെയിം സെൻട്രൽ വാല്യൂ. ഇതിപ്പോ നമ്മൾ 2 ഡിഫറെന്റ് ഡേറ്റ എടുത്തു, രണ്ടിന്റെയും നമ്മൾ ആവറേജും മീഡിയനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഒരുപോലെ, പക്ഷെ രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ ആണ്. അപ്പൊ അത് പോസിബിൾ ആണ്. ചില കേസസിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റയുടെ ആവറേജ് ചിലപ്പോൾ ഒരേ വാല്യൂ വന്നു എന്ന് വരാം. അപ്പൊ നമുക്ക് അവിടെ തമ്മിൽ എന്താണ് പക്ഷെ ആ ഡേറ്റ ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കട്ടെ. രണ്ടിനും ആവറേജും മീഡിയനും ഒക്കെ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരുപോലെ ആയിപ്പോകും, പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഡേറ്റ ഒന്നല്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡെപ്തിൽ പോകേണ്ട സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സ്പ്രെഡ്, ഇപ്പൊ നമ്മൾ ഒരു സെന്ററിലോട്ട് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അടുത്ത പോയിന്റിൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും എത്രത്തോളം സ്പ്രെഡ് ഔട്ട് ആയി കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ് എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെന്ററിലോട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന കേസ് വരുമ്പോൾ നമ്മൾ എത്രത്തോളം സ്പ്രെഡ് ആയി കിടക്കുന്നു എന്നുള്ളത് നോക്കും. അപ്പൊ ആ സ്പ്രെഡ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്പേഴ്സ് ആയി കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കൂടെ തന്നെ നമുക്ക് വേരിയൻസ് വരുന്നുണ്ട്. ആക്ച്വലി ക്വാർട്ടൈൽ ഡീവിയേഷൻ ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ക്വാർട്ടൈൽ ഡീവിയേഷനും പിന്നെ പറഞ്ഞിട്ടുള്ള ഈ മീൻ ഡീവിയേഷൻ ആക്ച്വലി ഞാൻ വെച്ചിട്ടുണ്ട്, ഈ ഒരു PPT വെച്ചിട്ടില്ല, അത് മിസ്സായി പോയി. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. ഈ ക്വാർട്ടൈൽസിന്റെ മീൻ ഡീവിയേഷനും പിന്നെ നമ്മുടെ ഇതിൽ വെച്ചിട്ടുള്ള റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചിട്ടുണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.